الله أشهد أن لا إله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة لا حول ولا قوة إلا بالله حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله لا إله إلا الله وحده لا شريك له والصلاة القائمة أتي محمد وسيلة فضيلة مقام محمود إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا فيا أيها الناس اتقوا الله حق تقاته فقد قال الله تعالى في القرآن الكريم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب يا حي يا قيوم برحمتك أستغيث أصلح لنا شأننا كله ولا تكل إلى أنفسنا طرفة عين الله لا نشرك به أحدا പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം ഭാര്യസന്താനങ്ങളോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ
അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഏറ്റവും പവിത്രമായ ഒരു ദിനത്തിൽ, ഏറ്റവും പരിശുദ്ധമായ ഒരു സമയത്ത്, ഏറ്റവും പവിത്രമായ ഒരിടത്താണ് ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന അഫ്ളല യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന 7 ദിനങ്ങളിൽ ഏറ്റവും പുണ്യവും പവിത്രവുമായ ദിനം വെള്ളിയാഴ്ച ദിനമാണ്. ആ വെള്ളിയാഴ്ച ദിനത്തിൽ തന്നെ ജുമുഅക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചയുടെ പവിത്രതകളും പരിശുദ്ധകളും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ഹദീസുണ്ട്. അതിങ്ങനെയാണ്: ഇന്ന ഫിൽ ജുമുഅത്തി ലസഅതൻ ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഫീഹാ ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു വഹിയ സഅത്തുൻ ഖഫീഫ. വെള്ളിയാഴ്ച ദിനത്തിൽ ഒരു സമയമുണ്ട്. വെള്ളിയാഴ്ച ദിനത്തിൽ ചില നിമിഷങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. ഒരു മുസ്ലിം ആ സമയത്ത് അള്ളാഹുവിനോട് വല്ല ഖൈറിനെയും നന്മയെയും ചോദിച്ചാൽ അള്ളാഹു ആ ചോദ്യത്തിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഉള്ള സമയം, സ്ഥലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതുപോലെ വെള്ളിയാഴ്ച ദിനത്തിലും ദുആക്ക് നിർബന്ധമായിട്ടും ഉത്തരം കേൾക്കുന്ന ഒരു സമയമുണ്ട്. നബി തങ്ങൾ ആ ഹദീസിന്റെ അവസാനം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: വഹിയ സഅത്തുൻ ഖഫീഫ, അത് വളരെ അല്പം സമയം മാത്രമാണ്. നബി തങ്ങൾ അതേതാ സമയം എന്ന് പറഞ്ഞു തന്നിട്ടില്ല. അതിന്റെ പിറകിലുള്ള ലക്ഷ്യം, ഉദ്ദേശം, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, ഒരു മുസ്ലിമത്ത് വെള്ളിയാഴ്ച പകലും രാവുമെല്ലാം ആ സമയത്തെ പ്രതീക്ഷിക്കണം. അതിന്റെ എല്ലാ സമയങ്ങളിലും ആ പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിന്റെ ദുആയിൽ കഴിഞ്ഞുകൂടണം, അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടണം. ഈ ഹദീസിന്റെ വിവരണങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ആ സമയം, അത് ജുമാ ഖുതുബ നിർവഹിക്കപ്പെടുന്ന, ജുമാ നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ആ സമയമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും പവിത്രമായ ഒരിടത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏറ്റവും പവിത്രമായ ഒരിടം എന്ന് പറയാൻ കാരണം ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, ഇത് അള്ളാഹുവിന്റെ വീടാണ്. മസാജിദുകൾ, മസ്ജിദുകൾ അള്ളാഹുവിന്റെ ഭവനമാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഈ ഉച്ച സമയത്ത് കയറി വന്ന നിങ്ങളും ഞാനുമെല്ലാം ഇവിടുത്തെ ആതിഥേയരാണ്, ഇവിടുത്തെ അതിഥികളാണ്. ഇവിടുത്തെ ആതിഥേയൻ നിങ്ങളെ നമസ്കാരത്തിലേക്ക് വിളിച്ച മുഅദ്ദിനല്ല. ജുമാ ഖുതുബയിലേക്കും ജുമാ നമസ്കാരത്തിലേക്കും ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, പള്ളിയിലേക്ക് വാ, നമസ്കാരത്തിലേക്ക് വാ എന്ന് ഷോപ്പിലിരിക്കുന്ന, വീട്ടിലിരിക്കുന്ന നിങ്ങളെ ഈ നട്ടുച്ച നേരത്തേക്ക് ഇവിടത്തേക്ക് വിളിച്ചത് മുഅദ്ദിനല്ല, അള്ളാഹുവിന്റെ വിളിയാളമാണ്. അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള അവന്റെ ക്ഷണമാണ്. അവന്റെ അതിഥികളായിക്കൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, പള്ളി അള്ളാഹുവിന്റെ ഭവനാണ്, നമ്മൾ അവിടെ അതിഥികളായി പോകുന്ന ആളുകളാണ്. നമ്മളൊരു വീട്ടിൽ അതിഥിയായി പോയിട്ടുണ്ടെങ്കിൽ വന്ന ഉടനെ അവിടുത്തെ ആതിഥേയൻ കുടിക്കാൻ വല്ലതും തരണ്ടേ, കഴിക്കാൻ വല്ലതും തരണ്ടേ, എന്തെങ്കിലും കുളിച്ചോ എന്ന് ചോദിക്കാൻ അള്ളാഹിന്റെ ചില ആളുകൾ പള്ളിയിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പള്ളിയിൽ പോയാൽ അങ്ങനെയൊന്നും കിട്ടാറില്ല, കുടിക്കാനൊന്നും കിട്ടാറില്ല, കഴിക്കാനൊന്നും തരാറില്ല. നിസ്കരിക്കാനുള്ള നിസ്കാരം നിർവഹിച്ച് നമ്മൾ മടങ്ങി പോകാറുള്ളത്. അള്ളാഹിന്റെ വീടെന്ന പരിഗണന ഉണ്ടപ്പോൾ അള്ളാഹുവിന്റെ ആൾക്കാർ വല്ലതും തരണ്ടേ എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ട് എനിക്ക് കൊണ്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇടക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ഒരു ഹദീസ് ഞാൻ വായിക്കുന്നത്. അതിങ്ങനെയാണ്: മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദ അല്ലാഹു ലഹു നുസ്ലൻ ഫിൽ ജന്നത്തി കുല്ലമാ ഗദാ ഔ റാഹ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ രാത്രിയാകട്ടെ പകലാകട്ടെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവൻ പോകുന്ന ഓരോ സമയത്തിനും തവണക്കും തുല്യമായിട്ട് സ്വർഗത്തിൽ അള്ളാഹു അവന് വേണ്ടി ഒരു സൽക്കാരം ഒരുക്കും. ആ ഹദീസ് അങ്ങനത്തെയാണ്. കയറി വരുന്ന ആൾക്കൊരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നവനല്ല, അല്ലെങ്കിൽ ചായ എടുക്കട്ടെ എന്ന് നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ആതിഥേയത്തല്ല.
അള്ളാഹുവിന്റെ ആതിഥേയത്വം ആ ഹദീസിലുള്ള പദം രാത്രിയാകട്ടെ പകലാകട്ടെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്ന ഒരു മനുഷ്യന്റെ ഓരോ തവണക്കും തത്തുല്യമായിട്ടുള്ള സൽക്കാരം അവന്റെ സ്വർഗ ജീവിതത്തിൽ അള്ളാഹു ഒരുക്കി വെക്കും. ആ അർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാം ഈ വരവിനെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ജുമാ ഖുത്ബയിലാണ്. ജുമാ ഖുത്ബ നിർവഹിക്കപ്പെട്ടതിന് ശേഷം ജുമാ നമസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കും. ജുമാ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മളെല്ലാം തിരിഞ്ഞു നിൽക്കുന്നത് ഒരു ദിശയിലേക്കാണ്. ഈ പള്ളിയിലുള്ള മസ്ജിദുൽ ഈമാനിലെ മാമൂമികളായ നമ്മൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ പള്ളികളിലുള്ള മാമൂമികളും എല്ലാം കോടിക്കണക്കിന് വരുന്ന മുസ്ലിം ഉമ്മത്ത് ഉടനീളം എല്ലാ നമസ്കാരങ്ങൾക്കും ജുമാ ഖുത്ബ, ജുമാ നമസ്കാരം എന്ന് മാത്രമല്ല എല്ലാ നമസ്കാരങ്ങൾക്കും തിരിഞ്ഞു നിൽക്കുന്നത് ആ ഒരു ദിശയിലേക്കാണ്. അത് ഒരു പള്ളിയുടെ ദിശയാണ്. إن أول بيت وضع للناس الذي ببكة مباركا وهدى للعالمين. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമി ലോകത്ത് ആദ്യമായി പണി കഴിക്കപ്പെട്ട കഅബാലയത്തിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത്. കഅബാലയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ അല്ലാഹു അക്ബർ പറയുന്നത്. അത് ജുമാ മാത്രമല്ല, നമ്മുടെ 5 നേര നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങൾക്കുമെല്ലാം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ആ കിബിലയുടെ ഭാഗത്തേക്ക് ചരിഞ്ഞുകൊണ്ട് അവൻ കിടക്കണം. എന്തിനു പറയുന്നു? നമ്മുടെ എല്ലാം അവസാനത്തെ ഒരു കിടത്തമുണ്ടല്ലോ, ഖബറിലെ കിടത്തമുണ്ടല്ലോ, മരണത്തിന്റെ ഒരു കിടത്തമുണ്ടല്ലോ. ആ കിടത്തിലും നമ്മളെ തിരിച്ചു വെക്കുന്നത് ഒരു പള്ളിയിലേക്കാണ്, മസ്ജിദുൽ ഹറാമിലുള്ള കഅബാലയത്തിലേക്ക്. സൂര്യന് ചുറ്റും സൗരയൂഥത്തിലുള്ള ഓരോ ഗ്രഹങ്ങളും ചുറ്റുന്നത് പോലെ, അതിന്റെ ഭ്രമണപഥത്തിൽ കൂടി ഒഴുകുന്നത് പോലെ ആ കഅബാലയത്തിലേക്ക്, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനത്തിലേക്ക് ലോകത്തിലെല്ലാ മുസ്ലിമീങ്ങളും തിരിഞ്ഞു നിൽക്കുന്നു. മാത്രമല്ല അതിനെ തവാഫ് ചെയ്യുന്നു. അതിന്റെ സഞ്ചാരപഥത്തിൽ കൂടി അതിന് ഭ്രമണം നടത്തുന്നത് പോലെ, സൂര്യനും ഗ്രഹങ്ങളും മറ്റു നക്ഷത്രങ്ങളും സൂര്യനെ ചുറ്റുന്നത് പോലെ കഅബാലയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നു. കഅബയിലേക്കെന്ന് മാത്രമല്ല നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കത്തേക്കാണ് എന്ന് മാത്രമല്ല മദീനയുടെ ദിശയിലേക്ക് കൂടിയാണ്. ആ മദീനയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണി കഴിപ്പിച്ചിട്ടുള്ള മസ്ജിദുൻ നബവി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ദലു മിൻ അൽഫി സ്വലാത്തുൻ ഫീമാ സിവാ. എന്റെ ഈ പള്ളിയിൽ മദീനത്തുൽ മുനവ്വറയിൽ ഞാൻ പണി കഴിപ്പിച്ച ഈ മസ്ജിദുൻ നബവിയിൽ ഒരാൾ നമസ്കരിച്ചാൽ ലോകത്തുള്ള മറ്റേതൊരു പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 പതിന്മടങ്ങ് പ്രതിഫലം അവന് ലഭിക്കും. ഇല്ലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിലൊഴികെ. മസ്ജിദുൽ ഹറാം, മക്കത്തുള്ള മസ്ജിദുൽ ഹറാമിൽ നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠത എത്രയാണ്? പ്രവാചകൻ പഠിപ്പിക്കുന്നു, വസലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാമി അഫ്ദലു മിൻ 100,000 ഫീമാ സിവാ. മക്കത്തുള്ള മസ്ജിദുൽ ഹറാമിൽ ഒരാൾ നമസ്കരിക്കുന്നത് ലോകത്ത് എവിടെയുമുള്ള മറ്റേതൊരു പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1,00,000-ലധികം പ്രതിഫലം കിട്ടുന്നതാണ് മസ്ജിദുൽ ഹറാമിലെ നമസ്കാരം. മസ്ജിദുൽ നബവിയിലെ നമസ്കാരം 1000 പതിന്മടങ്ങ് പ്രതിഫലം കിട്ടുന്നതായിരിക്കും മസ്ജിദുൽ നബവിയുടെ. എന്താണ് ആ മസ്ജിദുൽ ഹറാമിന്റെയും ആ മസ്ജിദുൽ നബവിയുടെയും പ്രത്യേകത? എന്താണ് മക്കത്തുള്ള ആ പള്ളിയുടെ പ്രത്യേകത? എന്താണ് മദീനത്തുള്ള ആ പള്ളിയുടെ പ്രത്യേകത? ആ പള്ളികൾ ലോകചരിത്രം കണ്ട ഏതെങ്കിലും ചക്രവർത്തിമാർ നിർമ്മിച്ചതല്ല, ഏതെങ്കിലും രാജാക്കന്മാർ അവരുടെ ഖജനാവിലുള്ള പണം കൊണ്ട് നിർമ്മിച്ചതല്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നിർവഹിക്കുന്നത് പോലെ അറബി പൈസ തന്നതിന്റെ പേരിൽ നമ്മൾ ഒരു ചെലവുമില്ലാതെ നിർമ്മിച്ച പള്ളികൾക്ക് തത്തുല്യമല്ല അവിടെ ഉണ്ടായിരുന്ന മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും. ആ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയും നിങ്ങൾ ആലോചിക്കണം, ആരാണ് നിർമ്മിച്ചത്? മസ്ജിദുൽ ഹറാം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഉപ്പയും മകനും കൂടി നിർമ്മിച്ചതായിരുന്നു ആ പള്ളി. ആ കഅബാലയത്തെ ഉയർത്തിയത് ഒരു ഉപ്പയും മകനുമായിരുന്നു. മസ്ജിദുൽ നബവി ഒരു ഗുരുവും ശിഷ്യന്മാരും കൂടി നിർമ്മിച്ചതായിരുന്നു മസ്ജിദുൽ നബവി. മസ്ജിദുൽ ഹറാമിന്റെ കഅബാലയത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, പറയാറുണ്ട്. ഹജ്ജിന്റെ വേളയിലൊക്കെ പലപ്പോഴും നമ്മൾ സംസാരിച്ചതുമാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പണിയും മകനായ ഇസ്മായിൽ അലൈഹിസ്സലാം മക്കയുടെ മലഞ്ചെരുവുകളിലും മക്കയിലെ തായ്വരകളിലും ചെന്ന് കല്ലുകൾ
വലിയ വലിയ പാറക്കല്ലുകൾ തന്റെ ചുമലിൽ കയറ്റിക്കൊണ്ടുവന്ന് ഉപ്പാക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഉപ്പ അങ്ങനെ ആ കല്ലുകൾ അടുക്കി അടുക്കി വെച്ച് നിർമ്മിച്ചതാണ് മക്കത്തുള്ള ആ കഅബാലയം. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا من أنفسهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. മഹാന ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബാലയം നിർമ്മിച്ചതിനു ശേഷം രണ്ടുപേരും ആകാശത്തിലേക്ക് കൈയുയർത്തിക്കൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്തു. റബ്ബനാ തഖബ്ബൽ മിന്ന, അല്ലാഹു ഞങ്ങൾ രണ്ടുപേരും, ഒരു ഉപ്പയും ഒരു മകനും, സാധുവായ ഒരു ഉപ്പയും ഒരു മകനും കൂടി നിർമ്മിച്ചതാണ് ഈ കഅബാലയം. റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, ഞങ്ങളെ സ്വീകരിക്കണമേ. റബ്ബനാ വജഅൽനാ മുസ്ലിമീന ലക്, ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും എല്ലാം നിനക്ക് കീഴടങ്ങുന്ന, നിനക്ക് ഭയപ്പെടുന്ന നല്ല സന്താനങ്ങൾ ഞങ്ങൾക്ക് തലമുറകളായി ഇനിയും നൽകണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹി ദുആ ചെയ്തു. തീർന്നില്ല, അവരുടെ മൂന്നാമത്തെ ദുആ റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിക, റബ്ബേ നിന്റെ ആയത്തുകൾ, നിന്റെ വാക്യങ്ങൾ പാരായണം ചെയ്യുന്ന സമൂഹങ്ങളെ, സമുദായത്തെ, മനുഷ്യകുലത്തെ സന്മാർഗത്തിലേക്കും തഖ്വയിലേക്കും നിന്നിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ എല്ലാം നിന്നിലേക്ക് ക്ഷണിക്കുന്ന ഒരു നബിയെ നിങ്ങളുടെ തലമുറയിൽ നീ ഉണ്ടാക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബയുടെ നിർമ്മാണത്തിന് ശേഷം ദുആ ചെയ്തു. ആ ദുആയിന്റെ ഫലമായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ഹാഷിം കുടുംബത്തിൽ ജനിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആയിന്റെ ഫലമായിരുന്നു ഹാഷിം കുടുംബത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ അദ്നാൻ ഫാമിലിയിൽ ജനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിതങ്ങൾ എന്താ ചെയ്തത്? ആ നബിതങ്ങളെ ആ മക്കത്ത് നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ദുആഇന്റെ പേരിലാണ് നബിതങ്ങൾ ഉണ്ടായത്. ആ സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് മക്കത്തെ മുസ്ലിങ്ങൾ ആട്ടി ഓടിച്ചു. കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളെയും കൂടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 300 കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയിലേക്ക് പലായനം ചെയ്തു. 12 ദിവസത്തോളം എടുക്കും മക്കയിൽ നിന്ന് അന്നത്തെ കാലഘട്ടത്തിൽ മദീനത്തേക്ക് പലായനം ചെയ്യണമെങ്കിൽ, യാത്ര ചെയ്യണമെങ്കിൽ. അങ്ങനെ 2 ആഴ്ചയോളം സമയമെടുത്ത് മദീനയിലെത്തി. സഹാബാക്കൾ മദീനയിലെത്തിയ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നബിതങ്ങളെ മദീനത്തിൽ ചെയ്തത് അവിടെ ഒരു പള്ളി പണിയലായിരുന്നു. ബനു നജ്ജാർ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയുടെ ഉമ്മയുടെ കുടുംബക്കാരുടെ സ്ഥലമായിരുന്നു ഇന്ന് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം. 2 യതീം മക്കളുടെ സ്ഥലമായിരുന്നു ആ സ്ഥലം. നബിതങ്ങൾ പള്ളി പണിയുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ നബിതങ്ങളുടെ കുടുംബക്കാരായ ബനു നജ്ജാർ, നബിതങ്ങളുടെ കാരണവന്മാരാണല്ലോ, അവർ പറഞ്ഞു ഈ യതീം മക്കൾക്ക് ആവശ്യമുള്ള പണം ഞങ്ങൾ കൊടുത്തോളാം, ഈ സ്ഥലം നബിതങ്ങൾ എടുക്കണം, ഇതിന് പണമൊന്നും തരണ്ട. ആ യതീം മക്കളും പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെ താങ്കൾ പള്ളി നിർമ്മിക്ക്, ഇതിന് പണമോ പൈസയോ ഒന്നും തരൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടുത്തു പറഞ്ഞു, യതീമീങ്ങളായി നിങ്ങളും തരണ്ട, എന്റെ കുടുംബക്കാരായ എന്റെ കാരണവന്മാരായ നിങ്ങളും ഈ സ്ഥലം തരണ്ട. ഇത് മുഹമ്മദ് എന്ന് പറയുന്ന അന്ത്യപ്രവാചകനെ ഞാൻ എന്റെ കയ്യിൽ അവശേഷിക്കുന്ന മക്കത്ത് നിന്ന് ഞാൻ ബാക്കിയാക്കി കൊണ്ടുവന്ന ഈ തുച്ഛമായ നാണയത്തുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലം ഞാൻ വാങ്ങും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 യതീം മക്കളുടെ കയ്യിൽ പണം കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണ് ഇന്ന് മസ്ജിദുൻ നബവി നിലകൊള്ളുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവി നിലകൊള്ളുന്നത്. ആ പള്ളി ഏതെങ്കിലും തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതില്ല. ലോക ചരിത്രത്തിൽ കണ്ട മഹാത്ഭുതങ്ങൾ നമ്മൾ കാണാറുണ്ട്. താജ്മഹലും ഈജിപ്തിലുള്ള പിരമിഡൊക്കെ അത്ഭുതത്തോടുകൂടി നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. ലോക ചരിത്രത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ അടിമകളുടെ വിയർപ്പൊഴുക്കിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പറയുന്ന വലിയ വലിയ ലോകാത്ഭുതങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ മക്കത്തുള്ള കഅബാലയം ഇബ്രാഹിം ഇസ്മായിൽ എന്ന് പറയുന്ന ഉപ്പയും മകനുമാണ് നിർമ്മിച്ചതെങ്കിൽ മദീനത്തുൽ മുനവ്വറയിലെ മസ്ജിദുൻ നബവി നിർമ്മിച്ചത് ആദരവായ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരായിരുന്നു. അവിടെ ഒരു തൊഴിലാളിയെയും വിളിച്ചില്ല, ഒരു പണിക്കാരനെയും വിളിച്ചില്ല, മറ്റ് നാടുകളിൽ നിന്ന് ഒരാളെയും കൊണ്ടുവന്നില്ല. നബിതങ്ങൾ തന്നെ സ്വന്തം ചുമടുകളിൽ ഇഷ്ടികകൾ കൊണ്ടുവന്നു. പ്രവാചകൻ തന്നെ സ്വന്തം ചുമടുകളിൽ
ഈത്തപ്പനത്തിന്റെ മരക്കുറ്റികൾ കൊണ്ടുവന്നു, ഈത്തപ്പന തടികൾ കൊണ്ടുവന്നു. പ്രവാചകൻ തന്നെ മദീനത്തുൽ മുനവ്വറ ഈത്തപ്പന തോട്ടങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് ഓലകൾ വെട്ടിക്കൊണ്ടുവന്നു. പ്രവാചകൻ പണിയെടുക്കുന്നത് കണ്ടിട്ട് സഹാബാക്കൾക്ക് സഹിച്ചില്ല. അവരിൽ കൂടെ കൂടുന്ന സമയത്ത് ഒരുമിച്ച് പണിയെടുക്കുമ്പോൾ അവർ പാടുന്നുണ്ടായിരുന്നു, ഞങ്ങളെങ്ങാനും പണിയെടുക്കാതെ ഇങ്ങനെ ഇരുന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആദരവായ അന്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കും, അതുകൊണ്ട് ഞങ്ങൾ ഇരിക്കൂല, ഞങ്ങളും ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടിയിട്ട് പണിയെടുക്കും എന്ന് മുഹാജിരികളായ അൻസാരികളായ സഹാബാക്കൾ പാടി ഇഷ്ടിക്കല്ലുകൾ എടുത്തുകൊണ്ടുവന്ന്, മരക്കുറ്റികൾ കൊണ്ടുവന്ന്, മരത്തടികൾ കൊണ്ടുവന്ന് അവർ നിർമ്മിച്ച പള്ളി. അവരത് പാടിയപ്പോൾ അവർക്കുള്ള മറുപടിയായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലൽ ഐശൽ ആഖിറ, അല്ലാഹുമ്മ അൻസുർ അൻസാ, അല്ലാഹുമ്മ അർഹമിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവേ, ഈ ജീവിതം അല്ലാഹുമ്മ ലാ ഐശ ഇല്ലൽ ഐശൽ ആഖിറ, അല്ലാഹുവേ, ഏറ്റവും ധന്യമായ പരിപൂർണമായ ജീവിതം അത് പരലോകത്തിലെ ജീവിതമാണ്, മരണാനന്തര ശേഷമുള്ള ജീവിതമാണ്. അല്ലാഹുമ്മ അർഹമിൽ അൻസാറ വൽ മുഹാജിറ, അല്ലാഹുവേ, ഈ പള്ളിക്ക് വേണ്ടി പണിയെടുക്കുന്ന, ഇതിനു വേണ്ടി ഓല വെട്ടിക്കൊണ്ടുവരുന്ന, മരത്തടികൾ കൊണ്ടുവരുന്ന ഈ അൻസാരികൾക്ക്, ഈ മുഹാജിരികളോട് അല്ലാഹുവേ നീ റഹ്മത്ത് കാണിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അങ്ങനെ പണിതുയർത്തിയ പള്ളിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവി. ആ പള്ളിക്കകത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഏറ്റവും അടുത്ത സഹാബികളായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹും അന്ത്യവിശ്രമം കൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃക ഉൾക്കൊണ്ടിട്ടാണ് ലോകത്തിന്റെ വിവിധ വിഭാഗങ്ങളിൽ നമ്മുടെ പള്ളികൾ നിർമ്മിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നില്ലേ, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നah, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നah. ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു വീട് പണിതാൽ, അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി പണിതാൽ, സ്വർഗത്തിൽ അവന് വേണ്ടി അല്ലാഹു ഒരു വീട് പണിയും. സാധാരണഗതി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് വീടുണ്ടാക്കൽ. ഒരു വീട് വീടിലൊക്കെ പോയാൽ അവിടെ പുതുതായിട്ട് എന്തൊക്കെ ഉണ്ട് എന്ന് നമ്മൾ നോക്കും. നല്ലതൊക്കെ ആണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്തു വെക്കും. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വീടുമായി ബന്ധപ്പെട്ട വീഡിയോകളോ ഫോട്ടോകളോ നല്ല ആർക്കിടെക്ചർ ഡിസൈനുകളൊക്കെ കണ്ടാൽ നമ്മളത് സേവ് ചെയ്ത് വെക്കും. എന്തിനാണ്? നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം. നമ്മൾ എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് നല്ലൊരു വീടുണ്ടാവണം. നല്ലൊരു വീട് എല്ലാ മലയാളിയുടെയും ഒരു ആഗ്രഹമാണ് നല്ലൊരു വീട് ദുനിയാവിൽ ഉണ്ടാവണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആഖിറത്തിൽ നമുക്കൊരു വീടുണ്ടാവുക എത്ര വലിയ ധന്യമായ കാര്യമാണ്, എത്ര വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. ആഖിറത്തിൽ നമുക്ക് വീട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? അല്ലാഹുവിന് വേണ്ടി വീട് പണിതാൽ, ദുനിയാവിൽ ഒരു മനുഷ്യന് വേണ്ടി ഒരു വീട് പണിത് കൊടുത്താൽ തന്നെ അല്ലാഹു എത്ര പ്രതിഫലം നൽകും. അങ്ങനെയെങ്കിൽ അല്ലാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഒരു വീട് പണിയുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ ഭവനത്തിന്, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നെങ്കിൽ അള്ളാഹു നമുക്ക് എത്ര വിശാലമാക്കി നൽകും, അള്ളാഹു എത്രത്തോളം നമുക്ക് പ്രതിഫലം നൽകും. ഒരു പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളി പണിയാനുള്ള സാമ്പത്തിക കൈവൊന്നും നമുക്ക് ഉണ്ടാവില്ല, അള്ളാഹുവിന് വേണ്ടി ഒരു വീട് പണിയാനുള്ള സാമ്പത്തിക കൈവൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹുവിന് വേണ്ടി പണിയുന്ന ഒരു പള്ളിയുടെ ഭാഗമാവാൻ നമുക്കൊക്കെ സാധിക്കും. ഏറ്റവും കുറഞ്ഞത് പള്ളിയിൽ കിടക്കുന്ന ഒരു കച്ചറയെടുത്ത് പുറത്തേക്ക് ഇട്ടാൽ പോലും അവൻ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ കൂടെ നടന്നു പോകുമ്പോൾ വല്ല പൊടിയോ മണ്ണൊക്കെ കാണുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കും. നിബിധങ്ങൾ തന്നെ തന്റെ കൈകൊണ്ട് വലിച്ചെറിയും. അത് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ അടിച്ചു വാരുന്നൊരു പെണ്ണുണ്ടായിരുന്നു. ഉമ്മു മെഹ്ജൻ എന്നാണ് ആ പെണ്ണിന്റെ പേര്. ഉമ്മു മെഹ്ജൻ, കറുത്ത വർഗക്കാരിയായ ഒരു പെണ്ണ്. അവരെന്നും വരും മദീനത്തുൽ മുനവ്വറയിലെ പള്ളി വൃത്തിയാക്കും, അടിച്ചു വൃത്തിയാക്കും. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ദിവസമായിട്ട് ഉമ്മു മെഹ്ജനെ കാണുന്നില്ല. സഹാബാക്കളോട് ചോദിച്ചു, ഉമ്മു മെഹ്ജൻ എവിടെ? കുറെ ദിവസമല്ലോ കാണാത്തത്. പൈസ കൊടുത്തിട്ട് ഉത്തരവാദപ്പെടുത്തൊരു പണിക്കാരിയൊന്നുമല്ല ഉമ്മു മെഹ്ജൻ. ആ പെണ്ണുങ്ങൾ, ആ പ്രായമായിട്ടുള്ള വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ആ സ്ത്രീ, അവരുടെ ആഗ്രഹത്തിന്റെ പേരിൽ പ്രതിഫലം കിട്ടണം, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണം എന്ന സ്വന്തം ആഗ്രഹത്തിന്റെ പേരിലാണ് പള്ളി അടിച്ചു വരിക്കൊണ്ടിരുന്നത്.
സഹാബാക്കൾ അറിയിച്ചു, യാ റസൂലല്ലാഹ് തുവഫിയത് വദുഫിനത്, അല്ലാഹുവിന്റെ റസൂലേ അവർ മരണപ്പെട്ടു, ഞങ്ങൾ അവരെ മറമാടി. നബിതങ്ങൾ അറിയിച്ചിരുന്നില്ല, നബിതങ്ങളോട് വിവരം പറഞ്ഞില്ല. നബിതങ്ങൾ കോപിച്ചു. അഫലാ കുൻതും ആദൻതുമൂനി, പ്രവാചകൻ വളരെ കർക്കശ സ്വരത്തിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അറിയിക്കാത്തത്? ദല്ലൂനി അലാ ഖബരിഹ, എവിടെ അവരുടെ ഖബർ, എവിടെയാണ് ഉമ്മഹദിന്റെ ഖബർ? അപ്പൊ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ നിന്ന് എഴുന്നേറ്റു. ഉമ്മ ഹജലിനെ മറമാടിയ ഖബറിന്റെ അടുക്കലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ആ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നമസ്കാരം നിർവഹിച്ചു. അതിനുശേഷം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല യുനബ്ബിറുഹാ ലഹും ലിസലാത്തി അലൈഹി. ഈ ഖബറുകളിൽ ഉണ്ടാവുന്ന ശിക്ഷകൾ, ഈ ഖബറുകളിൽ അല്ലാഹുവിന്റെ ഭാഗത്തുണ്ടാകുന്ന ശിക്ഷകൾ എന്റെ ദുആഇന്റെ പേരിൽ, എന്റെ നമസ്കാരത്തിന്റെ പേരിൽ അല്ലാഹു ആ ശിക്ഷകളെ എല്ലാം ഉയർത്തിക്കളയുകയും ആ ഖബറുകളിൽ പ്രകാശം ചൊരിയുകയും ചെയ്യുന്നു. ആ പെണ്ണ്, ആ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ആ പ്രായമായ സ്ത്രീ ചെയ്ത കർമ്മം ഉണ്ടായിരുന്നു, പള്ളി അടിച്ചു വാരുമായിരുന്നു. ആ പള്ളി അടിച്ചു വാരുന്ന പെണ്ണിനോട്, ഉമ്മു മിഹ്ജനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സ്നേഹം, മുഹബ്ബത്ത്, ആ ഉമ്മു മിഹ്ജനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ആദരവും പരിഗണനയും, അതെന്തിന്റെ പേരിലുള്ള പരിഗണനയാണ്? അത് പള്ളിയിൽ അടിച്ചു വാരുന്നവനായതിന്റെ പേരിലാണ്. പ്രവാചകന്റെ ഏറ്റവും അടുത്ത സഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നും സുബ്ഹി നമസ്കാര സമയമാകുമ്പോൾ യാ റസൂലുള്ളാഹി സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി പ്രവാചകനെ കൂട്ടിവരിക ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മദീനത്തുൽ പള്ളിയിലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിൻ ബിലാൽ മുഅദ്ദിൻ എന്ന് പറയുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു. പള്ളിക്ക് വേണ്ടി ബാങ്ക് കൊടുക്കുന്നവനും പള്ളിക്ക് വേണ്ടി അടിച്ചു വാരുന്നവരും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയാണ്. കഴിഞ്ഞ റമദാന് അവസാനത്തെ 10 ലാസ്റ്റ് ജുമാ കഴിഞ്ഞപ്പോ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പള്ളിയുമായിട്ട് എപ്പോഴും അഭേദ്യ ബന്ധം പുലർത്തുന്ന ഒരു സഹോദരൻ റമദാൻ കഴിയുകയാണ്. റമദാനിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞു. സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് റമദാൻ കഴിഞ്ഞു പോയി. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളോ കർമ്മങ്ങളോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. എന്നാലും അള്ളാഹിന്റെ ഈ പള്ളിക്ക് വേണ്ടി, നമ്മളെ മസ്ജിദുൽ ഈമാൻ എന്ന് പറയുന്നത് ഈ പള്ളിക്ക് വേണ്ടി കുറെ ടെൻഷൻ അടിച്ച്, കുറെ ഓടി നടന്ന്, അതിനു വേണ്ടി കുറെ ഫിക്റാക്കിയിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ട്. എന്റെ ഉപ്പ പഠിപ്പിച്ചെത്തുന്നതാകാതെ എന്റെ പിതാവ് അങ്ങനെയായിരിക്കും, എന്റെ ഉപ്പ അങ്ങനെയായിരുന്നു. ഉപ്പയാണ് പള്ളിയോടുള്ള സ്നേഹം ഞങ്ങളെ പഠിപ്പിച്ചത്. അത് പറയുമ്പോൾ ആ മനുഷ്യന്റെ വാക്കുകൾ എങ്ങുന്നുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഖൈർ ബർക്കത്തുകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാകട്ടെ. നമ്മുടെ പള്ളിക്ക് വേണ്ടി ഫിക്ർ ചെയ്യുന്ന, ആലോചിക്കുന്ന, ടെൻഷൻ അടിക്കുന്ന, അതിനുവേണ്ടി സാമ്പത്തികമായി ചെലവ് ചെയ്യുന്ന, അതിനുവേണ്ടി ശാരീരികമായിട്ടും സമയവും എല്ലാം കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ പള്ളി ഇങ്ങനെ ഉയർന്നു കാണാൻ വേണ്ടി സ്വപ്നങ്ങളുണ്ടാകും. ഈ പള്ളിക്ക് വേണ്ടി പണിയെടുത്ത് ഈ പള്ളിയുമായിട്ട് അഭേദ്യ ബന്ധമുണ്ടായിരുന്ന പലരും മരണപ്പെട്ട് ഖബറിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പള്ളിയുമായിട്ട് അഭേദ്യ ബന്ധം പുലർത്തുന്നവർ ഖുർആനിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ് സ്വലാത വആതസ് സകാത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളെ സജീവമാക്കുന്നവർ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഓടി നടന്ന് പണിയെടുക്കുന്നവർ, അല്ലാഹുവിന്റെ പള്ളിയുടെ പേരിൽ ഫിക്ർ ചെയ്യുന്നവർ, അതിനുവേണ്ടി സമയം കൊടുക്കുന്നവർ, അതിനുവേണ്ടി ശാരീരികമായിട്ടും ടൈമും എല്ലാം കൊടുക്കുന്ന ആളുകൾ അള്ളാഹുവിനെ പേടിക്കുന്നവരാണ്, അള്ളാഹു വിശ്വാസമുള്ളവരാണ്, മരണാനന്തര ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസമുള്ളവരാണ്. അള്ളാഹിനെ മാത്രം പേടിക്കുന്നവരാണ് അവർ. അവർക്ക് ദുനിയാവിനെ പറ്റിയുള്ള പേടിയില്ല, ദാരിദ്ര്യത്തിനെ പറ്റിയുള്ള പേടിയില്ല, മുസീബത്തിനെ പറ്റിയുള്ള പേടിയില്ല, മറ്റ് ശത്രുക്കളൊന്നും പേടിയില്ല. അള്ളാഹുവിനെ മാത്രമേ പേടിയുള്ളൂ. അങ്ങനെ അള്ളാഹുവിനെ പേടിക്കുന്നവരാണ് പള്ളിക്ക് വേണ്ടി ഓടി നടക്കുക. പള്ളിയുടെ ആളുകൾ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസുണ്ട്. അന്ത്യനാളിൽ മനുഷ്യരെല്ലാം മരണപ്പെട്ടതിന് ശേഷം ഖിയാമത്ത് നാളിന്റെ ദിവസം
ഖിയാമത്ത് നാളിന്റെ ദിവസം അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വായിച്ചാൽ ഒരു ചാൺ ദൂരത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ മഅ്ശറയുടെ വൻസഭയിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ സൂര്യന്റെ ചൂട് കാരണം മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് ധാരധാരയായി വിയർപ്പൊഴുകുന്ന ആ ദിവസത്തിൽ ഒരു വസ്ത്രം പോലും ശരീരത്തിലില്ലാത്ത, ഒരു നൂറിലെ വസ്ത്രം പോലും ശരീരത്തിലില്ലാതെ പൂർണ്ണരായി നഗ്നരായിക്കൊണ്ട് ചെരുത്തുപോലും ധരിക്കാതെ മനുഷ്യരെല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുന്ന ആ സാഹചര്യത്തിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ആ സൂര്യന്റെ ചൂട് കാരണം ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പുകൾ മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് തുല്യമായിരിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ചില ആളുകളുടെ വിയർപ്പുകൾ കാലുവരെ, ചിലരുടെ വിയർപ്പുകൾ മുട്ടുവരെ, ചിലരുടെ വിയർപ്പുകൾ വായ വരെ, ചിലരുടെ വിയർപ്പുകൾ നെഞ്ച് വരെ, ചിലരുടെ വിയർപ്പുകൾ മുഖം വരെ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും അന്ന് ഖിയാമത്ത് നാളിൽ മഅ്ശറയിൽ മനുഷ്യന്മാരുണ്ടാവുക. ആ സാഹചര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട്, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ല. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. സബഅത്തുൻ, 7 കൂട്ടം ആളുകളുണ്ട്. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 കൂട്ടരാണ്. 7 കൂട്ടരാണ്. അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്തൊരു ദിവസമാണത്. ഒരു ദിവസം, മഅ്ശറയുടെ ദിവസം. അന്ന് അള്ളാഹു തണല് കൊടുക്കുന്ന, അവന്റെ അർശിന്റെ തണല് കൊടുക്കുന്ന 7 കൂട്ടം ആളുകളുണ്ട്. ആ 7 കൂട്ടരെ പറ്റി പറയാനുള്ള സമയം നമുക്കില്ല. അതിൽ ഒന്നായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്. ഒരു മനുഷ്യൻ, അയാളുടെ ഹൃദയം പള്ളിയുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പള്ളിയുമായിട്ട് അഭേദ്യ ബന്ധമുണ്ട്. പള്ളിയിലെ ആൾ നമസ്കരിക്കാനുണ്ട്, പള്ളിയുടെ കമ്മിറ്റിയുടെ ആവശ്യങ്ങൾക്കുണ്ട്, പള്ളിയുടെ പിരിവിന്റെ ആവശ്യങ്ങൾക്കുണ്ട്, പള്ളിയുടെ നിർമ്മാണത്തിന്റെ ആവശ്യങ്ങൾക്കുണ്ട്, പള്ളി വൃത്തിയാക്കാനും ഓനുണ്ട്, എപ്പം നോക്കിയാലോ പള്ളിയിലുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടാവൂലേ, അങ്ങനെയുള്ള സാധുക്കൾ ഉണ്ടാവൂലേ, അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ അർശിന്റെ തണല് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയുടെ അധികാരം നമ്മളെ പെടുത്തുമാറാകട്ടെ. നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം. നമുക്ക് സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ ഒരു സ്വപ്നം ഉണ്ടാവണം. ഞാൻ എൻ്റെ മരണത്തിന് മുമ്പ് പടത്തിനൊരു വീട് കൊടുക്കും, പടച്ചവനൊരു വീട് കൊടുക്കും. ഞാൻ എൻ്റെ മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു പടപ്പിനൊരു വീട് കൊടുക്കും, പടച്ചവനൊരു വീട് കൊടുക്കും. എന്താ പടപ്പിനൊരു വീട് കൊടുക്കാൻ? വീടുണ്ടാക്കാൻ പോലും സാമ്പത്തികമായി കഴിവില്ലാത്ത സാധുക്കളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിം ജീവിതത്തിന്റെ അനുഭവങ്ങൾ. ഒരു വീടുണ്ടാക്കാൻ 1-2 ലക്ഷങ്ങൾ മാത്രമുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അത്രയും ചെറിയ കുടിലുകൾ ജീവിക്കുന്ന മനുഷ്യരുടെ നാടുകൾ. അതുപോലും ഇല്ലാത്തതിന്റെ പേരിൽ വള്ളങ്ങൾ കടത്തിവിടാൻ ആവശ്യമായിട്ടുള്ള വലിയ പൈപ്പുകൾ ഉണ്ടാവും. ആ പൈപ്പുകളിനകത്ത് ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് ഇന്ത്യയിലെ വിവിധ ഇടങ്ങളുണ്ട്. അങ്ങനെയുള്ള മനുഷ്യർക്ക്, പടപ്പുകൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ നമ്മുടെ മരണത്തിന് മുമ്പ് നമുക്ക് സാധിക്കണം. തീർന്നില്ല, പടച്ചവനൊരു വീട്. പള്ളികളില്ലാത്ത ഒരിടത്ത് അള്ളാഹുവിന്റെ ഒരു വീട് പണിയാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സ്വപ്നങ്ങൾ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നങ്ങളുണ്ടെങ്കിൽ, പ്രതീക്ഷകളുണ്ടെങ്കിൽ അത് നമുക്ക് വഴികൾ തുറന്നു തരും. അതിനു വേണ്ടിയുള്ള നിശ്ചയദാർഢ്യം അള്ളാഹു നമുക്ക് നൽകും. അതിനു വേണ്ടിയുള്ള സമ്പത്ത് നമുക്ക് നൽകും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജീവിതാനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ജീവിതാനുഭവങ്ങളാണല്ലോ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കുക. പലപ്പോഴും പല പാഠങ്ങളും നമുക്ക് നൽകിയ ജീവിതത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ദൈനംദിന അനുഭവങ്ങൾ തന്നെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകന്റെ വീട് കൂടലിൽ പങ്കെടുത്തു. അദ്ദേഹം ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണ്. തുച്ഛമായ ശമ്പളമാണ് അദ്ദേഹത്തിന്, വലിയ ശമ്പളമൊന്നുമില്ല. പക്ഷെ വർഷങ്ങളോളം ലഭിക്കുന്ന ശമ്പളം കൂട്ടിവെച്ച് അദ്ദേഹം വീട് പണിക്കും. ചെറിയൊരു വീട് 2 BHK എന്നൊക്കെ പറയുന്ന രീതിയിൽ 2 ബെഡ്റൂം ഉണ്ട്, ചെറിയ ഇടുങ്ങിയ മുറികളാണ്, ബാത്റൂം ഉണ്ട്, ഒരു ഹാളുണ്ട്, ഒരു കിച്ചൺ ഉണ്ട്. 3 മക്കളും ഭാര്യയും അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റുന്ന ചെറിയൊരു വീട്. വീടെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടുകാരോട് ചില അഭിപ്രായം പറയുക, അതിങ്ങനെ ചെയ്തിട്ടുണ്ട് ഉഷാറായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഉഷാറായിരിക്കണം. അങ്ങനെ ഞാൻ 2 അഭിപ്രായങ്ങൾ പറഞ്ഞു. വീട്ടിലേക്ക് കയറി വരുന്ന ഉടനെ, ഡോറ് തുറന്ന ഉടനെ തന്നെ സ്റ്റെപ്പാണ്. ഞാൻ പറഞ്ഞു, ഈ സ്റ്റെയർ കേസ് ഡോറ് തുറക്കുന്നിടത്ത് തന്നെ വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് കുറച്ച് മാറി വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമാവും. ഇത് കയറി വരുന്നിടത്ത് തന്നെ സ്റ്റെയർ കേസ് ആകുമ്പോൾ അവർ അസ്വസ്ഥാവുന്നില്ലേ.
രണ്ടാമത് പറഞ്ഞു, ഈ ഒറ്റ നിലയുള്ള വീടാണ് നിങ്ങൾ പണിയാൻ ഉദ്ദേശിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിന്റെ മുകളിലുള്ള ഈ ഭാഗം നിങ്ങൾ എത്രത്തോളം റിനോവേറ്റ് ചെയ്യാനൊക്കെ പൈസ ചെലവാക്കിയത്? കാരണം സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ നിലയുള്ള വീടാണെങ്കിൽ മുകൾ ഭാഗം സാധാരണഗതി നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. ഏണിക്കൂട് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി അവിടെ ഡോർ വെച്ച് പൂട്ടിയിടാറുണ്ട്. ചിലപ്പോഴൊക്കെ ഡ്രസ്സ് ആർത്തിടാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ നമ്മൾ ആക്കും. പക്ഷെ ആ മനുഷ്യൻ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് എത്തുന്നിടത്ത് നല്ല വിശാലമായിട്ടൊരു ബാത്റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുകളിലുള്ള ഭാഗം നമ്മൾ ടെറസ് എന്ന് പറയുന്ന ഭാഗത്ത് നന്നായി ടൈല് വിരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇത്രയും പൈസ നിങ്ങൾ ചെലവാക്കിയത്? താഴെ മാത്രമല്ല, ഇനി മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം പൈസ ആയതിനു ശേഷം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൂമും ബാത്റൂമും എല്ലാം അറ്റാച്ച്ഡ് ആയിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇപ്പം പൈസ ഇല്ലാത്ത ടൈറ്റുള്ള സമയത്ത് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, വെറും ഒറ്റ നില മാത്രമുള്ള വെറും 1200-1300 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ആ ചെറിയ വീട്ടില് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്തത് എൻ്റെ ഭാര്യ ഹാഫിളത്താണ്, എൻ്റെ ഭാര്യ ഖുർആൻ ഹാഫിളത്താണ്. അവൾ നന്നായി ഖുർആൻ പാരായണം ചെയ്യും, നന്നായി ഖുർആനിന് അറിവുള്ളവളുമാണ്. അപ്പൊ എൻ്റെ ഈ പ്രദേശത്ത് മലപ്പുറത്തുകാരനാണ്, മഞ്ചേരിക്കാരനാണ്. ഈ പ്രദേശത്ത് ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്കൊക്കെ ഖുർആൻ പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ ഭാര്യ അങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഖുർആൻ പഠിക്കാൻ ഒരു സൗകര്യമാണ്. ഈ പ്രദേശത്തൊക്കെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, അവർക്കൊക്കെ ഖുർആൻ മനപ്പാടാക്കാനുള്ള ആഗ്രഹമുണ്ട്, അവർക്കൊക്കെ പഠിക്കാനൊരു സൗകര്യമുണ്ട്. അപ്പൊ അവരെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഡോറ് തുറന്ന ഉടനെ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ വരുന്ന സ്ത്രീകൾക്ക് വീട്ടിന്റെ അകത്തേക്ക് കയറാതെ ഈ സ്റ്റെയർ കേസിൽ കൂടെ മുകളിലേക്ക് കയറാം. ആ മുകളിലുള്ള ഹാള് ഏകദേശം 10-20ഓളം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഹാളുണ്ട്. അവിടെ ഇരുന്ന് അവർക്ക് പഠിക്കാനുള്ള സൗകര്യമാക്കാം. ഇവിടെ വലിയൊരു ബാത്റൂം ഉണ്ടാക്കിയത് അവർക്ക് അത്യാവശ്യം ബാത്റൂം പോകാനും മറ്റു സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അത്യാവശ്യം വലിയൊരു ബാത്റൂം അവിടെ ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ ഒന്നെങ്കിലും ഓടിടണം, അതിനു വേണ്ടിയുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ ഒന്ന് ഷീറ്റ് ഇടണം, അതിനു വേണ്ടി പൈസ ഒന്നുമില്ല. വീടുണ്ടാക്കിയതിന്റെ പൈസ എൻ്റെ കയ്യിൽ ചെലവായല്ലോ. പക്ഷെ ഇൻഷാ അല്ലാഹ് വരും ഭാവിയിൽ തന്നെ അതും കൂടി ചെയ്തതിനു ശേഷം ഞാൻ ഇത് ആരംഭിക്കണം. ഞാൻ ആലോചിച്ചു നോക്കൂ, കേവലം 15-20 രൂപ മാത്രം ശമ്പളമുള്ള ഒരു മനുഷ്യൻ, ഒരു സാധുവായ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം നോക്കൂ. വീട് പണിയുമ്പോൾ തന്നെ ആ വീടിനകത്ത് സ്ഥിരമായിട്ട് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന 15 കുട്ടികളെങ്കിലും ഉണ്ടാവണം. ദിവസവും രാവിലെ അവർ 7 മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 4 മണി വരെ അവർക്ക് പഠിക്കാം, ഇവിടെ നിന്ന് പോകാം എന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ കയ്യിലൊന്നുമില്ലെങ്കിലും അവരുടെ സ്വപ്നങ്ങൾ എത്ര മഹിതമാണ്. ഒന്നുമില്ലെങ്കിലും അവരുടെ നിശ്ചയദാർഢ്യം എത്ര വലുതായിരുന്നു. ആ നിശ്ചയദാർഢ്യമായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കയ്യിൽ ഇഷ്ടികൾ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടിവെച്ച് അവർ നിർമ്മിച്ച പള്ളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിക്ക് നമ്മളെല്ലാം തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പള്ളി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് പള്ളിയിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ വലിയൊരു ബോർഡ് മസ്ജിദുൽ ഈമാൻ പാലിയേറ്റീവ് കെയറിന്റെ വലിയ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് തന്നെ ഖുർആൻ, പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ഖുർആൻ പാരായണം കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കുഞ്ഞു മക്കളുടെ സാന്നിധ്യവും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. പ്രവാചകന്റെ പള്ളി 5 നേരവും ആളുകൾ നമസ്കരിക്കുക മാത്രം ചെയ്യുന്ന ഒരു പള്ളി മാത്രമായിരുന്നില്ല, മറിച്ച് പ്രവാചകന്റെ നേതൃത്വത്തിൽ ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു മദ്രസയും യൂണിവേഴ്സിറ്റിയും എല്ലാമായിരുന്നു പ്രവാചകന്റെ പള്ളി. രോഗികളായിട്ടുള്ള ആളുകൾ സഅദ് മുആദ് റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകൾക്ക് യുദ്ധത്തിൽ വെച്ച് അപകടം പറ്റിയപ്പോൾ, മുറിവേറ്റപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ലഭിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളികളിൽ വെച്ചായിരുന്നു. മദീനത്തുൽ മുനവ്വറയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ, അത് സാമ്പത്തിക പ്രശ്നങ്ങളാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, മറ്റെന്ത് ഇടപാടുകളുമാകട്ടെ, അതെല്ലാം പരിഹരിക്കപ്പെട്ടിരുന്ന ഒരു കോടതി കൂടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. മദീന ആസ്ഥാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഭരണശിലാ കേന്ദ്രം കൂടിയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. നമ്മുടെ പള്ളി പ്രവാചകന്റെ പള്ളിയുടെ മഹിതമായ മാതൃക പിന്തുടരുന്ന പള്ളിയാണ്. സാധാരണഗതിയിൽ മഹാന്മാരായ ഉലമാക്കൾ പറയുന്ന ഒരു വാക്കുണ്ട്, ലോകത്തിലെ എല്ലാ പള്ളികളും പ്രവാചകന്റെ മദീനത്തെ മസ്ജിദുൽ നബവിക്ക് തുല്യമായിട്ടുള്ള പള്ളികളായി മാറണം. ലോകത്തിലെ എല്ലാ വീടുകളും മദീനത്തുണ്ടായിരുന്ന സഹാബത്തുൽ കിറാമിന്റെ വീടുകൾക്ക് തത്തുല്യമാവണം. ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മദീനത്തുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഹാബാക്കൾക്ക് തത്തുല്യമായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലെല്ലാം നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം, നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാവണം, നമ്മളെ പള്ളിയോടുള്ള മഹബത്തും സ്നേഹവും ഉണ്ടാവണം, നമ്മളെ പള്ളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഈ പള്ളി കാരണം ഈ നാടിൽ ബർക്കത്ത് ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള അല്ലാഹുവോടുള്ള ദുആ ഉണ്ടാവണം.
നമ്മുടെ പള്ളി വികസിക്കാൻ, നമ്മുടെ പള്ളിയുടെ വികസനത്തിന് എല്ലാമുള്ള ഫിക്റുകളും ആലോചനകളും നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമ്മുടെ ആലോചനകളെ, നമ്മുടെ ഫിക്റുകളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. الحمد لله الكريم المعبود، واشهد ان لا اله الا الله الرحيم المحمود، واشهد ان نبينا محمد صلى الله عليه وسلم اشرف مولود صلى الله على